ജർമ്മനിയിലെ കാടിനകത്തുള്ള ഒരു ഒറ്റപ്പെട്ട ഫാം. പോലീസ് അവിടെ എത്തുമ്പോൾ അവരെ കാത്തിരുന്നത് ഒരു ഭീകര ദൃശ്യം. 6 മൃതദേഹങ്ങൾ, എല്ലാം ബ്രൂട്ടലായി കൊല്ലപ്പെട്ടത്. പക്ഷേ വീട്ടിലെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കുന്നു. അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, കൊലയാളി കാണും. ദിസ് ഈസ് റെഡ് ഫയൽ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഹിൻഡർകൈഫക് ഒരു ഗ്രാമമല്ല, ഒരു വീടിൻ്റെ പേരാണ്. കാടിനകത്തുള്ള ഒരു വീട്. അയൽവാസി 1 കിലോമീറ്ററോളം അകലെ. വൈദ്യുതിയില്ല, പുറം ലോകവുമായി ബന്ധം വളരെ കുറവ്. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ആൻഡ്രിയാസ് ഗ്രൂബറും ഭാര്യ കാസലിയ, മകൾ വിക്ടോറിയ, അവളുടെ 2 കുട്ടികൾ, ഒരു ജോലിക്കാരി, ആകെ 6 പേർ. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ആൻഡ്രിയാസ് ശ്രദ്ധിച്ചത് ഒരു അസാധാരണ കാഴ്ച. കാട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള ഒരു സെറ്റ് കാൽപ്പാടുകൾ. പക്ഷേ തിരിച്ചു പോകുന്ന കാൽപ്പാടുകളില്ല. അവൻ അയൽവാസിയോട് പറഞ്ഞു, ആരോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. പോലീസിനെ അറിയിച്ചില്ല. ആ തീരുമാനം അവസാനം ഭീകരമായി മാറി. രാത്രി ഓരോരുത്തരായി അവർ മാളികയിലേക്കാണ് വിളിക്കപ്പെട്ടത്. ആദ്യം ആൻഡ്രിയാസ്, പിന്നീട് ഭാര്യ, അതിനുശേഷം മകൾ, പിന്നെ കുട്ടികൾ. വീട്ടിനകത്ത് ജോലിക്കാരി, 2 വയസ്സുള്ള കുഞ്ഞ്. ഒരു നിലവിളിയും പുറത്തു കേട്ടില്ല. ചിലപ്പോൾ കൊലയാളി അവർക്ക് പരിചിതനായിരിക്കാം. പോസ്റ്റ്മോർട്ടത്തിൽ ഒരു കാര്യം വ്യക്തമായി. 2 വയസ്സുള്ള കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. ഇരുട്ടിൽ മരിച്ച ശരീരങ്ങൾക്കിടയിൽ ആ കുഞ്ഞ് ഒറ്റയ്ക്ക്. ആ കണ്ടെത്തൽ പോലീസിനെ പോലും നിശബ്ദനാക്കി. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഭീകരമായ മറ്റൊരു സത്യം. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തിരിക്കുന്നു. കിടക്ക ഉപയോഗിച്ചിരിക്കുന്നു. പശുക്കളിൽ നിന്നും പാലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷവും 2-3 ദിവസം ആരോ ആ വീട്ടിൽ താമസിച്ചു. 6 മൃതദേഹങ്ങൾ വീട്ടിനകത്തുണ്ടായിരിക്കെ പോലീസ് പറഞ്ഞു, കൊലയാളി ഒരിക്കലും ഈ വീട് വിട്ടു പോയിരുന്നില്ല. പലരെയും സംശയിച്ചു. ഭൂമി തർക്കമുള്ള അയൽവാസി, വിക്ടോറിയയുടെ രഹസ്യബന്ധം, പഴയ ജോലിക്കാരുടെ ഭർത്താവ്. പക്ഷേ ആരും പിടിയിലായില്ല. ആയുധം കണ്ടെത്തിയില്ല. കുറ്റസമ്മതം ഒന്നുമില്ല. ഈ കേസ് അവസാനം ഒരു വാക്കിൽ അവസാനിച്ചു: അൺസോൾവ്ഡ് കേസ്. കൊലയാളി ഇതിനു മുമ്പേ ആ വീടിൻ്റെ മുകളിൽ താമസിച്ചിരുന്നു. കാരണം മേൽക്കൂരയിൽ നിന്ന് ശബ്ദങ്ങൾ, സാധനങ്ങൾ സ്ഥലം മാറുന്നത്, താക്കോലുകൾ കാണാതാകുന്നത്. അതിനർത്ഥം ഈ കുടുംബം ഉറങ്ങുമ്പോൾ അവരെ നിരീക്ഷിച്ച ഒരാളുണ്ടായിരുന്നു. ഹിൻഡർകൈഫക് ഫാം പിന്നീട് പൊളിച്ചു നീക്കി. ഇന്നും ആ സ്ഥലത്ത് നിൽക്കാൻ ആർക്കും ധൈര്യമില്ല. 6 പേരെ